സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടന ഉടനില്ല. പുനഃസംഘടനയേക്കാൾ സംഘടന നടക്കുന്ന ഒരു സംഗതി വേറെ വരുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. സീറ്റ് ചർച്ച നടത്തണം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണം. അങ്ങനെ എന്തെല്ലാം പൊല്ലാപ്പുകൾ. ചെസ് കളിക്കുന്നതിനേക്കാൾ പ്രാഗൽഭ്യത്തോടുകൂടി മാത്രമേ UDF-ലെ സീറ്റ് ചർച്ച പൂർത്തിയാക്കാൻ പറ്റൂ. എന്തൊക്കെ നോക്കണം? ഗ്രൂപ്പ് നോക്കണം, ജാതി നോക്കണം, മതം നോക്കണം, നേതാക്കളുടെ ഹോൾഡും നോക്കണം. അങ്ങനെ ബുദ്ധിപൂർവമുള്ള നീക്കത്തിലൂടെ മാത്രമേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പറ്റൂ. പിന്നെ കോൺഗ്രസിനൊരു നിർബന്ധമുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ അവർ നിർത്തുകയുള്ളൂ. ബാക്കിയുള്ള പാർട്ടിക്കാരെല്ലാം പിന്നെ തോൽക്കാനാണല്ലോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. എന്തായാലും മുല്ലപ്പള്ളി ജിക്ക് ഇനി തിരക്കാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയ ചർച്ച വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടതായിട്ട് ഇപ്പോൾ ഞങ്ങളെടുക്കുന്ന സമീപനം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മുഖം നോക്കിയായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, ഒരു നിയോജകമണ്ഡലത്തിൽ വിജയസാധ്യത തെളിഞ്ഞ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. ഒരു യാത്ര, ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു യാത്ര ആരംഭിക്കുകയാണ്. 3-ാം തീയതി, ഫെബ്രുവരി 3-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പം അതിനു മുമ്പായിട്ട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുമ്പോഴാണ് ഈ നിലപാടൊക്കെ പ്രശ്നമായി വരുന്നത്. കോൺഗ്രസ്സുകാരോട് അവരുടെ നിലപാടിനെ കുറിച്ച് ചോദിച്ചാൽ അവർ മാനത്തേക്ക് നോക്കും. എന്താണ് അവരുടെ നിലപാടെന്ന് ഹൈക്കമാൻഡിന് പോലും നിശ്ചയമില്ലല്ലോ. പഞ്ചായത്ത് മുതൽ ഹൈക്കമാൻഡ് വരെ വ്യത്യസ്തമായ നിലപാടാണല്ലോ. ആ നിലപാടുകളെയെല്ലാം ചേർത്ത് ഒറ്റ വാക്കിൽ പറയാം: അവസരം നോക്കി കാലുമാറുക. ഒരു ജനാധിപത്യ മതേതര പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന നിലപാട് തന്നെയാണ്. ആദ്യാവസാനം ഞങ്ങൾക്ക് ഒറ്റ നിലപാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ: അവസരം നോക്കി കാലുമാറുക. CPM-നും അതുപോലെ തന്നെ BJP-ക്കും മാത്രമേ ഈ കാര്യത്തിൽ കള്ളക്കളിയുള്ളൂ. ഞങ്ങൾക്ക് ഒരു ഒളിച്ചുകളിയുമില്ല. അഖില കേരള കാലുമാറ്റ കക്ഷി. ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതകൾക്ക് വിരുദ്ധമാണ്. അദ്ദേഹം വസ്തുതകൾ വളച്ചൊടുക്കുകയാണ്. അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ ഒളിച്ചോടുകയാണ്. നേരെ ചൊവ്വേ കാലുമാറുന്ന ഞങ്ങളുടെ കൂടെ ഇനി ജനം കാണൂ. ഒരു കാര്യത്തിൽ മുല്ലപ്പള്ളി ജി പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട്. കോൺഗ്രസിന്റെ നിലപാടിൽ ഒരു ഉറപ്പുണ്ട്. അതായത് BJP എന്ത് നിലപാട് സ്വീകരിക്കുന്നുവോ അതേ നിലപാട് ഒരു മാറ്റവുമില്ലാതെ സ്വീകരിക്കും. അതിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഇതാണ്: ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസിയോടൊപ്പമാണ് കോൺഗ്രസ് എന്ന കാര്യം. ഇത് കേവലം വൈകാരികമായിട്ടൊരു പ്രശ്നം, ഒരു നിലപാടല്ല കോൺഗ്രസിൻ്റെത്. നാളിതുവരെ കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത്. അവസരം നോക്കി കാലുമാറുക. അദ്ദേഹം ഇന്നലെ പറഞ്ഞു കോൺഗ്രസിന് ഡൽഹിയിലൊരു നിലപാട്, പത്തനംതിട്ടയൊരു നിലപാട്. അത് ഞങ്ങളുടെ നിലപാടല്ല, അവരുടെ നിലപാടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടേ ഇല്ല എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നേരെ ചൊവ്വേ കാലുമാറുന്ന ഞങ്ങളുടെ കൂടെ ഇനി ജനം കാണൂ. അദ്ദേഹത്തിന്റെ പാർട്ടി തുടക്കത്തിൽ എന്താണ് നിലപാടെടുത്ത കാര്യം നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. അവരുടെ അഖിലേന്ത്യാ നേതൃത്വം ഇതിനെ ആദ്യം വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. വിധിയെ സ്വാഗതം മാത്രമല്ല, അവർ പറഞ്ഞു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്നാണ് RSS എടുത്ത നിലപാട്. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിലപാട് അതായിരിക്കെ പിന്നീട് ഉള്ള ഒരു ഒളിച്ചോട്ടമാണ് അവരുടെ നിലപാട് മാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ പത്രക്കാര് ചെന്നിത്തലാജിയോട് ഓരോ കൊനിഷ്ഠ ചോദ്യം ചോദിക്കാനായിട്ട് വന്നോളും. കേരളത്തിൽ ഇത്തവണ ത്രിപുര ആവർത്തിക്കുമോ എന്നാണ് അവരുടെ ചോദ്യം. ഒരു സൈക്കോളജിക്കൽ ചോദ്യമായി പോയി അത്. അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF വൻ വിജയം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോവുകയാണ്. നരേന്ദ്രമോദിക്ക് കേരളത്തിലെ കാലാവസ്ഥയോ കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഗുണമോ അറിയാത്തതുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ്. ത്രിപുരയല്ല കേരളം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ബംഗാളല്ല കേരളം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. കേരളം കേരളമാണ്. കേരളത്തിലെ പുരോഗമന വിശ്വാസികളും മതേതര വിശ്വാസികളുമായ ജനങ്ങൾ ഒരു കാരണവശാലും RSS-നും BJP-ക്കും അവിടെ വളരാനുള്ള അവസരം കൊടുക്കില്ല. ആകട്ടെ, LDF സർക്കാർ 2.5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയ കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പോയല്ലോ. നിങ്ങളുടെ കൂട്ടത്തിലെ MP ആയ പ്രേമചന്ദ്രൻ സാറാണല്ലോ ആ പാര കൊണ്ടുവന്നിട്ടത്. അതേപ്പറ്റി എന്താണാവോ പറയാനുള്ളത്? നരേന്ദ്രമോദി എന്തിനാണ് അവിടെ വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. UDF ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ആ ബൈപ്പാസ്. അതിൻ്റെ അവകാശവാദം ഏതായാലും BJP-ക്കുമില്ല, CPM-നുമില്ല. ഞങ്ങളുടെ കുഞ്ഞാണത്. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര, അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര A+ ആണോ? ഞങ്ങളാണ് കൊണ്ടുപോകുന്നത്. 2 വർഷം താമസിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് പിണറായി സർക്കാരിനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയ ബൈപ്പാസ് പണി പൂർത്തിയായി. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അവകാശവാദവും രണ്ട് സർക്കാരുകൾക്കും ചെയ്യാനില്ല. ശരി,
കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. പദ്ധതി തുടങ്ങി 3 വർഷം ഇഴച്ച് പണിത് 30% മാത്രം പൂർത്തിയാക്കിയിട്ടല്ലേ സാറേ നിങ്ങളുടെ സർക്കാർ ഇറങ്ങിപ്പോയത്? എന്നിട്ടിപ്പോൾ കരയുന്നു. ആ പ്രേമചന്ദ്രന്റെ പാര കാരണം ഇവിടുത്തെ MLA-മാരുടെ മാനം വരെ പോയില്ലേ? പിന്നെ അതുപോലെ പ്രോട്ടോകോൾ ലംഘനം ഇന്നലത്തെ പരിപാടിയിലൊക്കെ ലോക്കൽ MLA-മാരെ മാറ്റി നിർത്തുക. എന്നിട്ട് എല്ലാ സ്ഥലത്തും നിയമ MLA ആണ്. നിയമ MLA-നെ നിയമത്ത് മാത്രമാണ് കാണാത്തത്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിലൊക്കെ നിയമ MLA-നെ കാണുന്നുള്ളൂ. നിയമ MLA-ക്ക് കൊല്ലത്ത് പ്രോട്ടോകോളിൽ പ്രയോറിറ്റി, കൊല്ലത്തെ MLA-മാർക്ക് പ്രയോറിറ്റി ഇല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ലോക്കൽ MP-ക്ക് പ്രയോറിറ്റി ഇല്ല. BJP-യുടെ പഞ്ചായത്തിൽ പോലും ജയിക്കാത്തവർക്ക് പ്രയോറിറ്റി. ഇതൊക്കെ ആ പ്രേമചന്ദ്രൻ സാറിനോട് പോയി പറയൂ മുരളീധരൻജി, അതാണ് നല്ലത്. അതിനിടയിൽ നമ്മുടെ PC ജോർജിന്റെ കാര്യം കൂടി ചർച്ച ചെയ്യണം. കോൺഗ്രസ് നേതാക്കളെല്ലാം ദില്ലിയിലേക്ക് പോയ കൂട്ടത്തിൽ നമ്മുടെ PC-യുടെ കാര്യം ആരെങ്കിലും ചർച്ച ചെയ്തോ എന്നാണ് അറിയേണ്ടത്. കോൺഗ്രസ്സുകാരും PC-യുടെ പേര് ഒരിടത്തും മിണ്ടിയില്ല എന്നാണ് അറിഞ്ഞത്. എന്ന് വെച്ചാൽ PC-ക്ക് തൽക്കാലം UDF മുന്നണിയിൽ കയറാൻ പറ്റില്ല എന്ന് സാരം. അതിലിപ്പോൾ ഇത്ര അതിശയമില്ലല്ലോ. അന്തസ്സുള്ള ആരെങ്കിലും ആശാനെ മുന്നണിയിൽ കയറ്റുമോ? അന്തസ്സില്ലാത്ത UDF ആണെങ്കിൽ പോലും മുന്നണിയിൽ കയറ്റില്ല. മുന്നണിയിൽ അത്രമാത്രം വെറുപ്പിക്കലായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നപ്പോൾ. PC-യെ മുന്നണിയിൽ കയറ്റാൻ കോൺഗ്രസ്സുകാർ സമ്മതിച്ചാലും ആ മാണി സാറ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കീരിയെയും പാമ്പിനെയും ഒരേ കൂട്ടിൽ എങ്ങനെ കിടത്തും? ഇതിപ്പോ എങ്ങനാ ഇനിയൊന്ന് മുന്നണിയിൽ കയറി പറ്റുന്നത്? മാണി സാർ ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും കയറി പോകാമായിരുന്നു. ആശാൻ വാതിൽക്കൽ തന്നെ നിൽക്കുകയല്ലേ. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള മോദിജിയുടെ ഷോ കഴിഞ്ഞല്ലോ. ഇനി അതിനുള്ള കോടിയേരിയുടെ മറുപടിയാണ്. വടി കൊടുത്ത് കോടിയേരിയിൽ നിന്നും അടി മേടിക്കുക എന്ന് പറഞ്ഞതുപോലെ. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് കേട്ടത് ശബരിമല വിഷയത്തിൽ BJP-ക്ക് മാത്രമാണ് ഒരു നിലപാടുണ്ടായത് എന്നാണ്. എന്നാൽ ഒരു നിലപാടില്ലാതിരുന്നൊരു കക്ഷിയാണ് BJP എന്നതാണ് വസ്തുത. സുപ്രീം കോടതിയിൽ 12 കൊല്ലമായി നടന്നു വന്നൊരു കേസാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ്. ആ സന്ദർഭത്തിൽ ഒരിക്കൽ പോലും BJP ആ കേസിൽ കക്ഷി ചേരുകയോ BJP-യുടെ നിലപാട് എന്താണെന്ന് സുപ്രീം കോടതി അറിയിക്കുകയോ ചെയ്തിട്ടില്ല. മോദിക്ക് മാത്രമല്ല വഴിയെ പോയ കോൺഗ്രസിനും കിട്ടി വയറു നിറച്ചു. എത്ര പരിശ്രമിച്ചിട്ടും കോൺഗ്രസ്സുകാർക്ക് അവരുടെ ദേഹത്ത് പറ്റിയിരിക്കുന്ന RSS മണം മാറ്റാൻ പറ്റുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ RSS-ന്റെ ഒരു B ടീമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. RSS എന്താണോ പറയുന്നത് അതാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ സമീപനം. അതിന്റെ തെളിവാണല്ലോ സുപ്രീം കോടതി വിധി വന്നപ്പോൾ. ഈ സുപ്രീം കോടതി വിധി ആദ്യമായി സ്വാഗതം ചെയ്തത് AICC ആണ്. കേരളത്തിൽ സ്വാഗതം ചെയ്തത് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ഇവരെല്ലാവരും സ്വാഗതം ചെയ്തു. ഈ സ്വാഗതം ചെയ്ത കോൺഗ്രസിന്റെ നിലപാട് എപ്പോഴാണ് മാറിയത്? ഒരു സമുദായ സംഘടന കുറേ സ്ത്രീകളെ നാമജപവുമായി രംഗത്തിറക്കി. അപ്പോൾ അവർ വിചാരിച്ചു ഇതിന്റെ ഭാഗമായി സ്ത്രീകളെ കുറെ സ്വാധീനിക്കാം, ആ സംഘടനയെ കൂടെ നിർത്താം എന്ന് കരുതി കോൺഗ്രസിന്റെ നിലപാട് മാറിയപ്പോഴാണ് കോൺഗ്രസിന്റെ നിലപാട് മാറിയത്. RSS-നോട് വിധേയത്വമുള്ളൊരു രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ നിലപാടുകളും. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. മോദിജി ആദ്യം ദില്ലിയിൽ പോയി ആ പ്രധാനമന്ത്രി കസേര അവിടെ തന്നെ ഉണ്ടാകുമോ നാളെയും എന്ന് ആദ്യം നോക്കിയിട്ട് വരാനാണ് കോടിയേരിയുടെ ഉപദേശം. കേരളത്തിൽ അവർ അധികാരത്തിൽ വരുമെന്ന് പ്രചരിപ്പിക്കുന്ന അവർക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുമോ? തിരിച്ചു വരുമോ? 2004-ലെ അവസ്ഥ തന്നെയാണ് 2019-ൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി സ്വന്തം സ്ഥാനം നിലനിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. കേരളത്തെ പെന്ന് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഏതായാലും മോദിജി കളിക്കാൻ തീരുമാനിച്ചതല്ലേ. അങ്ങനെയാണെങ്കിൽ മോദിജിക്ക് ഇതാ കോടിയേരിയുടെ വക ഒരു ചാലഞ്ച്. വന്ന് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കാൻ. അദ്ദേഹം ഇന്നലെ പത്തനംതിട്ടയുടെയും ശബരിമലയുടെയും കാര്യം പ്രത്യേകം പറഞ്ഞു. BJP-ക്ക് അത്ര വലിയ ആത്മവിശ്വാസം ശബരിമലയെക്കുറിച്ചും മറ്റുണ്ടെങ്കിൽ ശബരിമല വിഷയം വെച്ചുകൊണ്ട് 0-ൽ നിന്ന് ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് പറയുന്ന മോദിയെ ഞങ്ങൾ ചോദിക്കട്ടെ, ശബരിമലയാണല്ലോ വിഷയം. അപ്പം ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുമോ? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വന്ന് മത്സരിക്കട്ടെ. ബഡായി അടിക്കുന്നത് മോദി ഇനിയെങ്കിലും നിർത്തണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബഡായി അടി കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാമെന്ന് മോദി ധരിക്കരുത്. പ്രായോഗികമായി അദ്ദേഹം മത്സരിക്കട്ടെ, പത്തനംതിട്ട വന്നിട്ട് ശബരിമലയിൽ വന്ന് മത്സരിക്കട്ടെ. ശബരിമലയാണ് മുഖ്യ പ്രചരണ കേന്ദ്രമായിട്ട് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതല്ലേ മോദി പറയേണ്ടിയിരുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റാത്തത്? അപ്പോൾ സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് എന്ന യാഥാർത്ഥ്യം മോദി തിരിച്ചറിയണം. ഇത് തന്നെയാണ് എല്ലായിടത്തെയും സ്ഥിതി. വല്ലതും ചോർന്നു പോയാൽ തടയാൻ ഒന്നും വിട്ടിട്ടില്ല. കേരളത്തിൽ BJP നടത്തുന്ന സമരത്തിൻ്റെയും കാര്യം ഇതേ അവസ്ഥയാണ്.
സമരം നടത്താൻ ആർക്കും അവകാശമുണ്ട്. സമരം നടത്താൻ പാടില്ല എന്ന് ഞങ്ങൾ ആരെയും ഉപദേശിക്കില്ല. സമരങ്ങൾ നടത്തി BJP-ക്കാർ അവരുടേതായ കരുത്ത് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ. പക്ഷേ അവരൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു, 18-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിയെപ്പോലും സെക്രട്ടേറിയറ്റിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നൊരു പ്രഖ്യാപനം അവർ നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ കേട്ടു 18-ാം തീയതി അത് നടത്താൻ പോകുന്നില്ല. അവർക്ക് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ 18-ാം തീയതി നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമരം ഇപ്പോൾ അവർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര ജീവിതങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ BJP നേതാക്കൾ തയ്യാറാകണമെന്നാണ് കോടിയേരിയുടെ അഭ്യർത്ഥന. മാസം 2 ആയില്ലേ വെയിൽ കൊള്ളാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് നടിക്കൽ ആരോ നിരാഹാരം കിടക്കുന്നുണ്ട്. ആരാ കിടക്കുന്നത് ആർക്കും അറിഞ്ഞൂടാ. അതിന്റെ മുമ്പിൽ പോയാൽ ഒരാളും ഇല്ല. അവിടെ നിന്ന് അവരെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ BJP നോക്കണം. അവർ അറിയപ്പെടുന്ന ആരെങ്കിലും അവിടെ കൊണ്ടുപോയി കിടത്തും. ആർക്കും അറിഞ്ഞൂടാത്ത ഏതെല്ലോ ആളുകളെ കൊണ്ടുപോയി കിടത്തി ഇത്ര പരിഹാസ്യപ്പെടേണ്ട കാര്യമുണ്ട്? നിരാഹാര സമര ചരിത്രത്തിൽ തന്നെ ഒരു പരിഹാസ്യമായ അവസ്ഥ ഉണ്ടായിരിക്കുക. നമ്മുടെ ശ്രീധരൻ പിള്ള സാർ ഇങ്ങനെ സുവർണാവസരം ഉണ്ടാക്കാൻ നടക്കുമ്പോൾ അവരുടെ മുന്നണിയിലെ പാർട്ടികളെല്ലാം സുവർണാവസരം തപ്പി മുങ്ങുകയാണ്. NDA മുന്നണിയിൽ നിന്നാൽ തേപ്പ് മാത്രമാകും കൈമുതൽ എന്ന് മനസ്സിലാക്കിയ കക്ഷികൾ പലതും കെട്ടി തുടങ്ങി. ആദ്യം AKSന്റെ CK ജാനു മുന്നണി വിട്ടു. ഇപ്പോൾ നമ്മുടെ JSSന്റെ രാജൻ ബാബുവും സ്ഥലം വിട്ടു കഴിഞ്ഞു. അത്തരം ഒരു കൂട്ടായ്മയോടുള്ള ഒരു മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഘടകകക്ഷി എന്ന നിലയിലുള്ള അവഗണനയും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ കൺവീനർ സ്ഥാനം ഉൾപ്പെടെ ഞങ്ങളോട് ആലോചിക്കാതെ തന്നെയാണ് തിരിച്ചെടുത്തത്. അത് ചെറിയ ഘടകകക്ഷികളുടെ കീഴിൽ വലിയ ഘടകകക്ഷികൾക്ക് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആലപ്പുഴയിലെ കൺവീനർ സ്ഥാനം തിരിച്ചെടുത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനോഭാവമാണെങ്കിൽ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മുന്നണിയിൽ നിന്നും വിടുന്നത്. കേരളത്തിൽ മുന്നണിക്ക് കച്ചി തൊടാൻ പറ്റിയില്ലെങ്കിലും ആർത്തിക്കൊരു കുറവുമില്ല. ചെറുകക്ഷികൾക്ക് ഒന്നും കൊടുക്കാതെ BJPയും RSSും കൂടെ ഉള്ളതെല്ലാം വാരിത്തിന്നും. പിന്നെങ്ങനെ അവർ നിൽക്കും? അത് മാത്രമല്ലല്ലോ, മറ്റ് ഘടകകക്ഷികൾക്കും ഈ പരാതിയുണ്ട്. BDJS വന്നതുകൊണ്ട് മാത്രമല്ല, ഇനി പാർട്ടി വിളിച്ച് സംസ്ഥാന കമ്മിറ്റി വിളിച്ച് ചർച്ച ചെയ്ത് മറ്റ് സമാന പ്രസ്ഥാനങ്ങളുമായിട്ടും ചർച്ച ചെയ്ത് ഒന്നായിക്കൊണ്ട് വേണം മറ്റ് തീരുമാനമെടുക്കാൻ എന്ന് വാക്കാൽ ഉറപ്പാന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. വാക്കാലല്ലേ, മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. ശ്രീധരൻപിള്ള അദ്ദേഹം വളരെയധികം എന്നെ പേഴ്സ്യൂ ചെയ്ത് അത് പിന്നെ ഞങ്ങൾക്കൊക്കെ അതിന് ഖേദമുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാത്മയുണ്ട്, അതെന്നും തമ്മിലുള്ള സ്നേഹാദരങ്ങൾ ഉണ്ടായിരിക്കും. ഇബ്രാഹിംബാബു പോകുന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത കളി ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. NDA കുറെ കൂടെ അവരുടെ മുന്നണി പ്രസ്ഥാനം തന്നെ കുറെ കൂടെ ശക്തമാകണം. പിന്നെ അതാണ് തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ഒറ്റ മുന്നണിയായി പ്രവർത്തിക്കാനും ഘടകകക്ഷികളെ അംഗീകരിച്ചും മുന്നോട്ട് പോകേണ്ട ഒരു കാര്യങ്ങളുണ്ട്. എനിക്ക് ഇയാളോട് ഒന്നും പറയാനില്ല. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല, പക്ഷെ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. നിയമം പുസ്തകത്തിൽ മാത്രം പോരാ, അത് വാക്കിലും പ്രവൃത്തിയിലും വേണം. പണ്ട് UDF വിട്ട കഥ പറയുമ്പോൾ രാജൻ ബാബുവിന് കണ്ണു നിറയും. ഒരു നിർവാഹവുമില്ലാതെ പാർട്ടി പട്ടിണിയിലായി പോകും എന്ന് മനസ്സിലാക്കിയപ്പോഴാണത്രേ UDF വിട്ട് NDAയിൽ ചേർന്നത്. അതിപ്പോ ഇങ്ങനെയുമായി. അതല്ല ഞാൻ പറഞ്ഞില്ലേ, UDFൽ നിന്ന് ഞാൻ മാറുന്നത് ഞാൻ കാലുമാറി NDAയിലേക്ക് പോയതല്ല. എന്നെ സഹകരിപ്പിക്കണ്ട എന്ന് അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽപ്പ് പ്രധാനമായിട്ട് വന്നു. ആ സാഹചര്യത്തിൽ അല്ല ഒരു മുന്നണിയിൽ നിന്നപ്പോൾ ആ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കാരണമില്ലാതെയോ കാലുമാറിപ്പോയതല്ല. എന്നെ സഹകരിപ്പിക്കാതിരുന്നതുകൊണ്ട് ആണ് ഒരു പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു നിലപാടെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.